പ്രഭാതമുരളി 13/8/25. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അകാലമൂർത്തിയായ ബാബയുടെ സംസാരിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്ന സിംഹാസനം ഈ ബ്രഹ്മാവാണ്. എപ്പോൾ ആ ഒന്ന് ബ്രഹ്മാവിൽ വരുന്നു, അപ്പോൾ ബ്രാഹ്മണരായ നിങ്ങളെ രചിക്കുന്നു. ചോദ്യം: ബുദ്ധിശാലികളായ കുട്ടികൾക്ക് ഏത് രഹസ്യത്തെ മനസ്സിലാക്കി ശരിയായ രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും? ഉത്തരം: ബ്രഹ്മാവ് ആരാണ്? ആ ബ്രഹ്മാവ് തന്നെ എങ്ങനെ വിഷ്ണു ആകുന്നു എന്ന്. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണുള്ളത്. അത് ദേവതയൊന്നുമല്ല, ബ്രഹ്മാവ് തന്നെയാണ് ബ്രാഹ്മണരിലൂടെ ജ്ഞാനയജ്ഞം രചിച്ചിരിക്കുന്നത്. ഈ എല്ലാ രഹസ്യവും ബുദ്ധിശാലികളായ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിയ ശേഷം മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത്. കുതിരസവാരിക്കാരും കാലാൾപ്പടകളും ഇതിൽ കുഴങ്ങിപ്പോകും. ഗീതം. ഓം നമഃ ശിവായ. ഓം ശാന്തി. ഭക്തിമാർഗത്തിൽ ഒന്നിൻ്റെ മഹിമ ചെയ്യുന്നു, മഹിമകൾ പാടുന്നുവല്ലോ. പക്ഷേ ആ ഒന്നിനെ അറിയുന്നില്ല, ആ ഒന്നിൻ്റെ യഥാർത്ഥ പരിചയം അറിയുന്നില്ല. അഥവാ യഥാർത്ഥ മഹിമ അറിയാമായിരുന്നുവെങ്കിൽ തീർച്ചയായും വർണ്ണിക്കുമായിരുന്നേനെ. കുട്ടികളായ നിങ്ങൾക്കറിയാം, ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. മുഖ്യ ചിത്രം ആ ഒന്നിൻ്റേതാണ്. ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളും ഉണ്ടാകുമല്ലോ. നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണ്. ബ്രഹ്മാവിനെയും ബ്രാഹ്മണർ അറിയും, മറ്റാരും അറിയുന്നില്ല. അതിനാൽ കുഴങ്ങിപ്പോകുന്നു. ഇദ്ദേഹം എങ്ങനെ ബ്രഹ്മാവാകുവാൻ കഴിയും? ബ്രഹ്മാവിനെ സൂക്ഷ്മവദനവാസിയായി കാണിച്ചിരിക്കുന്നു. ഇപ്പോൾ പ്രജാപിതാവ് സൂക്ഷ്മവദനത്തിൽ ഉണ്ടാവുക സാധ്യമല്ല. അവിടെ രചന ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ മേൽ നിങ്ങളുമായി വളരെയധികം വാദപ്രതിവാദങ്ങൾ നടത്തുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കണം, ബ്രഹ്മാവും ബ്രാഹ്മണരും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഏതുപോലെ ക്രൈസ്റ്റിൽ നിന്നും ക്രിസ്ത്യൻ എന്ന വാക്ക് വന്നു, ബുദ്ധനിൽ നിന്നും ബൗദ്ധിയും, ഇബ്രാഹിമിൽ നിന്നും ഇസ്ലാമിയും. അതുപോലെ പ്രജാപിത ബ്രഹ്മാവിൽ നിന്നും ബ്രാഹ്മണർ പ്രശസ്തമായി. ആദിദേവൻ ബ്രഹ്മാവാണ്. വാസ്തവത്തിൽ ബ്രഹ്മാവിനെ ദേവത എന്ന് പറയുവാൻ സാധിക്കില്ല. ഇതും തെറ്റാണ്. ആരാണോ സ്വയം ബ്രാഹ്മണർ എന്ന് പറയുന്നത് അവരോട് ചോദിക്കണം, ബ്രഹ്മാവ് എവിടെ നിന്നും വന്നു? ഇത് ആരുടെ രചനയാണ്? ബ്രഹ്മാവിനെ രചിച്ചത് ആരാണ്? ഒരിക്കലും ആർക്കും പറഞ്ഞു തരുവാൻ സാധിക്കില്ല, അറിയുന്നതേയില്ല. ഇതും നിങ്ങൾ കുട്ടികൾ അറിയുന്നുണ്ട്. ശിവ് ബാബയുടെ രഥം ഏതാണോ അതിൽ പ്രവേശിക്കുന്നു. ഏതൊരാത്മാവാണോ പ്രിൻസായ കൃഷ്ണൻ ആയിരുന്നത് അത് തന്നെയാണ് ഇത്. 84 ജന്മങ്ങൾക്കു ശേഷം ഇദ്ദേഹം ബ്രഹ്മാവായിരിക്കുന്നു. ജാതകത്തിൽ ഇദ്ദേഹത്തിൻ്റെ പേര് വേറെയായിരിക്കുമല്ലോ, കാരണം മനുഷ്യൻ തന്നെയാണല്ലോ. പിന്നെ ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന് ബ്രഹ്മാവ് എന്ന പേര് വയ്ക്കുന്നു. ഇതും കുട്ടികൾക്കറിയാം. അതേ ബ്രഹ്മാവ് വിഷ്ണുവിൻ്റെ രൂപമാണ്, നാരായണൻ ആകുന്നുവല്ലോ. 84 ജന്മങ്ങളുടെ അന്തിമത്തിലും സാധാരണ രഥമാണല്ലോ ഇത്. അതായത് ശരീരം സർവ ആത്മാക്കളുടെയും രഥമാണ്. അകാലമൂർത്തിയുടെ ചലിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സിംഹാസനമാണ്. സിഖുകാർ പിന്നെ ആ സിംഹാസനം ഉണ്ടാക്കിയിരിക്കുന്നു. അതിനെ അകാല സിംഹാസനം എന്ന് പറയുന്നു. ഇതെല്ലാം അകാല സിംഹാസനമാണ്. ആത്മാക്കളെല്ലാം അകാലമൂർത്തിയാണ്. ഉയർന്നതിലും ഉയർന്ന ഭഗവാന് ഈ രഥം ആവശ്യമാണല്ലോ. രഥത്തിൽ പ്രവേശിച്ച് ഇരുന്ന് നോളജ് നൽകുന്നു. ആ ഒന്നിനെയാണ് നോളജ് ഫുൾ എന്ന് പറയുന്നത്. രചയിതാവിൻ്റെയും രചനയുടെയും ആദ്യ മധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുന്നു. നോളജ് ഫുൾ എന്നതിൻ്റെ അർത്ഥം അന്തര്യാമി എന്നോ എല്ലാം അറിയുന്നവൻ എന്നോ അല്ല. സർവവ്യാപി എന്നതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്.
എല്ലാം അറിയുന്നവൻ എന്നതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. മനുഷ്യർ എല്ലാം കൂട്ടിച്ചേർത്ത് എന്ത് തോന്നുന്നുവോ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ ബ്രാഹ്മണർ എല്ലാവരും ബ്രഹ്മാവിൻ്റെ സന്താനങ്ങളാണ്. നമ്മുടെ കുലം ഏറ്റവും ഉയർന്നതാണ്. അവർ ദേവതമാരെ ഉയർന്നവരാക്കി വയ്ക്കുന്നു. കാരണം സത്യയുഗത്തിൻ്റെ ആദിയിൽ ദേവതമാരുണ്ടായിരുന്നു. പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനങ്ങൾ ബ്രാഹ്മണരാണ്. കുട്ടികളായ നിങ്ങളല്ലാതെ ഇത് ആരും അറിയുന്നില്ല. ബ്രഹ്മാവ് സൂക്ഷ്മവദനത്തിലാണ് എന്ന് മനസ്സിലാക്കിയിരിക്കെ അവർ എങ്ങനെ അറിയുവാനാണ്? ആ ശാരീരിക ബ്രാഹ്മണർ വേറെയാണ്. അവർ പൂജ ചെയ്യുന്നു, ശ്രാദ്ധ ഭക്ഷണം കഴിക്കുന്നു. നിങ്ങളാണെങ്കിൽ ശ്രാദ്ധ ഭക്ഷണം കഴിക്കുന്നില്ല. ബ്രഹ്മാവിൻ്റെ രഹസ്യം ഇപ്പോൾ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുന്നു. പറയൂ, മറ്റു കാര്യങ്ങൾ ഉപേക്ഷിച്ച് ആരിലൂടെയാണോ പതീതത്തിൽ നിന്നും പാവനമാകേണ്ടത് ആ ബാബയെ ആദ്യം ഓർമ്മിക്കൂ. പിന്നെ ഈ കാര്യങ്ങളും മനസ്സിലാകും. ചെറിയ കാര്യത്തിൽ സംശയം വരുന്നതിലൂടെ ബാബയെ തന്നെ ഉപേക്ഷിച്ചു പോകുന്നു. ആദ്യത്തെ മുഖ്യ കാര്യമാണ് അൽഫും ബേയും. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഞാൻ തീർച്ചയായും ആരിലെങ്കിലും വരുമല്ലോ. ആ ഒന്നിന് നാമവും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ ഒന്നിനെ വന്ന് രചിക്കുന്നു. ബ്രഹ്മാവിനെ കുറിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വളരെയധികം ബുദ്ധി ആവശ്യമാണ്. കാലാളും കുതിരസവാരിയും കുഴങ്ങിപ്പോകുന്നു. അവസ്ഥ അനുസരിച്ചാണല്ലോ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. പ്രജാപിത ബ്രഹ്മാവ് ഇവിടെയാണുള്ളത്. ബ്രാഹ്മണരിലൂടെയാണ് ജ്ഞാനയജ്ഞം രചിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ബ്രാഹ്മണരും ആവശ്യമാണല്ലോ. ബ്രാഹ്മണർ ഉണ്ടാകണമെങ്കിൽ പ്രജാപിത ബ്രഹ്മാവും ഇവിടെ വേണം. ബ്രാഹ്മണർ പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ ബ്രഹ്മാവിൻ്റെ സന്താനമാണ്, പരമ്പരയായി നമ്മുടെ കുലം തുടർന്നു വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ബ്രഹ്മാവ് എപ്പോഴാണ് ഉണ്ടായിരുന്നത് അതറിയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണർ എന്നാൽ ആരാണോ ബ്രഹ്മാവിൻ്റെ സന്താനമായിരിക്കുന്നത് അവരാണെങ്കിൽ ബാബയുടെ ഓക്കുപേഷൻ തന്നെ അറിയുന്നില്ല. ഭാരതത്തിൽ ആദ്യത്തേത് ബ്രാഹ്മണർ തന്നെയാണ്. ബ്രാഹ്മണരുടേതാണ് ഉയർന്നതിലും ഉയർന്ന കുലം. ആ ബ്രാഹ്മണരും ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മുടെ കുലം തീർച്ചയായും ബ്രഹ്മാവിലൂടെ തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷേ എങ്ങനെ, എപ്പോൾ, അത് വർണ്ണിക്കുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നു, പ്രജാപിത ബ്രഹ്മാവ് തന്നെയാണ് ബ്രാഹ്മണരെ രചിക്കുന്നത്. ആ ബ്രാഹ്മണർക്ക് തന്നെയാണ് പിന്നീട് ദേവതയാകേണ്ടത്. ബ്രാഹ്മണരെയാണ് വന്ന് ബാബ പഠിപ്പിക്കുന്നത്. ബ്രാഹ്മണരുടെയും ഡിനാസ്റ്റി ഇല്ല. ബ്രാഹ്മണരുടേത് കുലമാണ്. രാജാവും റാണിയും ആകുമ്പോഴാണ് ഡിനാസ്റ്റി എന്ന് പറയുന്നത്. സൂര്യവംശി ഡിനാസ്റ്റി എന്നതുപോലെ ബ്രാഹ്മണരായിരിക്കവേ രാജാവുമാകുന്നില്ല. അവർ പറയുന്നു, കൗരവരുടെയും പാണ്ഡവരുടെയും രാജ്യമുണ്ടായിരുന്നു. രണ്ടും തെറ്റാണ്. രാജധാനി രണ്ടു പേർക്കുമില്ല. പ്രജകളുടെ മേൽ പ്രജകളുടെ രാജ്യമാണ്. അതിനെ രാജധാനി എന്ന് പറയില്ല. കിരീടമേ ഇല്ല. ബാബ മനസ്സിലാക്കിച്ച് തന്നിട്ടുണ്ടായിരുന്നു. മുൻപ് ഡബിൾ കിരീടധാരികൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ സിംഗിൾ കിരീടമായി. ഈ സമയത്താണെങ്കിൽ കിരീടമേ ഇല്ല. ഇതും നല്ല രീതിയിൽ തെളിയിച്ച് പറഞ്ഞു കൊടുക്കണം. ആര് തീർത്തും നല്ല രീതിയിൽ ധാരണയുള്ളവർ ആകുന്നോ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ബ്രഹ്മാവിനെ കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ടത്. വിഷ്ണുവിനെയും അറിയുന്നില്ല. ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കണം. വൈകുണ്ഠത്തെ വിഷ്ണുപുരി എന്ന് പറയുന്നു. അതായത് ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ശ്രീകൃഷ്ണൻ പ്രിൻസ് ആയിരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ രാജാവാണ് എന്ന് പറയുമല്ലോ.
ശ്രീകൃഷ്ണന്റെ പിതാവ് രാജാവാവുക സാധ്യമല്ല എന്നല്ല, ശ്രീകൃഷ്ണനെ പ്രിൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും രാജാവിൻ്റെ അടുക്കൽ ജന്മമുണ്ടായി. ധനികരുടെ അടുക്കൽ ജന്മമെടുത്തതെങ്കിൽ പ്രിൻസ് എന്ന് പറയില്ല. രാജാവിൻ്റെ പദവിയും ധനികന്റെ പദവിയും രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ടാകുന്നു. ശ്രീകൃഷ്ണന്റെ പിതാവായ രാജാവിന് പേരേ ഇല്ല. ശ്രീകൃഷ്ണന്റെ പേര് എത്ര പ്രസിദ്ധമാണ്. അച്ഛൻ്റേത് ഉയർന്ന പദവി എന്ന് പറയില്ല, അത് സെക്കൻഡ് ക്ലാസ് പദവിയാണ്. ശ്രീകൃഷ്ണന് ജന്മം നൽകുവാൻ ആ ഒന്ന് നിമിത്തമാവുക മാത്രം ചെയ്യുന്നു. ശ്രീകൃഷ്ണന്റെ ആത്മാവിനേക്കാൾ അദ്ദേഹം ഉയർന്ന രീതിയിൽ പഠിച്ചു എന്നല്ല, അങ്ങനെയല്ല. ശ്രീകൃഷ്ണൻ തന്നെയാണ് പിന്നെ നാരായണനാകുന്നത്. ബാക്കി അച്ഛൻ്റെ പേര് തന്നെ മറഞ്ഞു പോകുന്നു. തീർച്ചയായും ബ്രാഹ്മണൻ തന്നെയാണ്, പക്ഷേ പഠനത്തിന്റെ കാര്യത്തിൽ ശ്രീകൃഷ്ണനേക്കാൾ കുറവാണ്. ശ്രീകൃഷ്ണന്റെ ആത്മാവിന്റെ പഠനം തന്റെ പിതാവിനേക്കാൾ ഉയർന്നതായിരുന്നു. അതിനാലാണ് ഇത്രയും പേരുണ്ടാകുന്നത്. ശ്രീകൃഷ്ണന്റെ പിതാവ് ആരായിരുന്നു? ഇത് ആർക്കും തന്നെ അറിയാത്തതുപോലെയാണ്. മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. ആകേണ്ടത് ഇവിടെ നിന്ന് തന്നെയാണ്. രാധയ്ക്കും മാതാപിതാക്കൾ ഉണ്ടാകുമല്ലോ, എന്നാൽ അവരെക്കാൾ കൂടുതൽ പേരുള്ളത് രാധയ്ക്കാണ്. കാരണം മാതാപിതാക്കൾ കുറവായി പഠിച്ചവരാണ്. രാധയുടെ പേര് അവരുടേതേക്കാൾ ഉയർന്നതാകുന്നു. ഇത് ഡീറ്റെയിൽ ആയ കാര്യങ്ങളാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നതിന് വേണ്ടി മുഴുവൻ ആധാരവും പഠനത്തിൻ്റെ മേലാണ്. ബ്രഹ്മാവിനെ കുറിച്ചും മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള ബുദ്ധി ആവശ്യമാണ്. അതേ ശ്രീകൃഷ്ണന്റെ ആത്മാവ് തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. നിങ്ങളും 84 ജന്മങ്ങൾ എടുക്കുന്നു. എല്ലാവരും വരുന്നത് ഒരുമിച്ചായിരിക്കുകയില്ല. ആരാണോ പഠനത്തിൽ മുമ്പിലായിരിക്കുന്നത് അവരും അവിടെ മുമ്പേ വരും. നമ്പർ വാറായിട്ടായിരിക്കും വരുന്നത്. ഇത് വളരെ മഹീനമായ കാര്യങ്ങളാണ്. ബുദ്ധി കുറഞ്ഞവർക്ക് ധാരണ ചെയ്യുവാൻ സാധിക്കില്ല. നമ്പർ വാറായി പോകുന്നു. നിങ്ങൾ നമ്പർ വാറായി ട്രാൻസ്ഫർ ആകുന്നു. എത്ര വലിയ ക്യൂ ആണുള്ളത്. അവർ അന്തിമത്തിൽ പോകും. നമ്പർ വാറായി അവരവരുടെ സ്ഥാനങ്ങളിൽ പോയി നിവസിക്കും. എല്ലാവരുടെയും സ്ഥാനം തയ്യാറാക്കപ്പെട്ടതാണ്. ഇത് വളരെ വണ്ടർഫുള്ളായ കളിയാണ്. പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. ഇതിനെ പറയുന്നത് തന്നെ മുള്ളുകളുടെ കാട് എന്നാണ്. ഇവിടെ എല്ലാവരും അന്യോന്യം ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണെങ്കിൽ നാച്ചുറൽ സുഖമായിരിക്കും. ഇവിടെയുള്ളത് ആർട്ടിഫിഷ്യൽ സുഖമാണ്. റിയൽ സുഖം തരുന്നത് ഒരേ ഒരു ബാബയാണ്. ഇവിടെയുള്ളത് കാക്കവിഷ്ടയ്ക്ക് സമാനമായ സുഖമാണ്. ദിനം പ്രതിദിനം തമോ പ്രധാനമായിക്കൊണ്ടിരിക്കുന്നു. എത്ര ദുഃഖമാണ്. പറയുന്നു ബാബ, മായയുടെ കൊടുങ്കാറ്റ് വളരെയധികം വരുന്നുണ്ട്. മായ ആശയക്കുഴപ്പം വരുത്തുന്നു. ദുഃഖത്തിൻ്റെ ഫീലിംഗ് വളരെയധികം വരുന്നു. സുഖദാതാവായ ബാബയുടെ കുട്ടികൾ ആയിട്ടും അഥവാ ദുഃഖത്തിൻ്റെ ഫീലിംഗ് വരുന്നു എങ്കിൽ ബാബ പറയുന്നു, കുട്ടികളെ, ഇത് നിങ്ങളുടെ വലിയ കർമ്മഭോഗാണ്. ബാബയെ ലഭിച്ചപ്പോൾ ദുഃഖത്തിൻ്റെ ഫീലിംഗ് വരാൻ പാടില്ലാത്തതാണ്. എന്താണോ പഴയ കർമ്മഭോഗം അതിനെ യോഗബലത്തിലൂടെ സമാപ്തമാക്കൂ. അഥവാ യോഗബലം ഇല്ല എങ്കിൽ ശിക്ഷകൾ അനുഭവിച്ച് സമാപ്തമാക്കേണ്ടി വരും. ശിക്ഷകൾ അനുഭവിച്ച് പദവി നേടുന്നത് നല്ലതല്ല. പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ കോടതി കൂടുന്നു. പ്രജകളും അനേകമുണ്ട്. ഡ്രാമയനുസരിച്ച് എല്ലാവരും ഗർഭജയിലിൽ വളരെയധികം ശിക്ഷകൾ അനുഭവിക്കുന്നു. ആത്മാക്കൾ വളരെയധികം അലഞ്ഞു തിരിയുന്നു. ചിലരുടെ ആത്മാവ് വളരെ നഷ്ടമുണ്ടാക്കുന്നു. ആരിലെങ്കിലും അശുദ്ധ ആത്മാവ് പ്രവേശിക്കുന്നു എങ്കിൽ എത്ര പരിഭ്രാന്തരാകുന്നു. പുതിയ ലോകത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യുന്നു. നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകട്ടെ. അവിടെ പോയി പുതിയ പുതിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കേണ്ടി വരും.
രാജാക്കന്മാരുടെ അടുക്കൽ ജന്മമെടുക്കുന്നു. ഏതുപോലെ ശ്രീകൃഷ്ണൻ ജന്മമെടുക്കുന്നു അതുപോലെ. പക്ഷേ ഇത്രയും കൊട്ടാരങ്ങളും മറ്റുമെല്ലാം ആദ്യമേ ഉണ്ടായിരിക്കുന്നില്ല. അതാകട്ടെ പിന്നീട് ഉണ്ടാക്കേണ്ടി വരും. ആരാണ് രചിക്കുന്നത്? ആരുടെ അടുക്കൽ ജന്മമെടുക്കുന്നു അവർ? രാജാക്കന്മാരുടെ അടുക്കൽ ജന്മമുണ്ടാകുന്നു എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. എന്താണോ സംഭവിക്കുന്നത് അത് മുന്നോട്ട് പോകവേ കാണുക. ഇപ്പോൾ ബാബ പറഞ്ഞു തരില്ല. അത് പിന്നെ ആർട്ടിഫിഷ്യൽ നാടകമായി പോകും. അതിനാൽ ഒന്നും തന്നെ പറയുന്നില്ല. പറയുക എന്നത് ഡ്രാമയിൽ അടങ്ങിയിട്ടില്ല. ബാബ പറയുന്നു, ഞാനും പാട്ടുധാരിയാണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അറിയാമായിരുന്നുവെങ്കിൽ വളരെയധികം പറയുമായിരുന്നേനെ. ബാബ അന്തർയാമി ആയിരുന്നെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു തരുമായിരുന്നു. ബാബ പറയുന്നു, ഇല്ല. ഡ്രാമയിൽ എന്ത് സംഭവിക്കുന്നോ അതിനെ സാക്ഷിയായി കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കൂ. അതോടൊപ്പം ഓർമ്മയുടെ യാത്രയിൽ ലഹരി പിടിച്ചിരിക്കൂ. ഇതിൽ തന്നെയാണ് ഫെയിലാകുന്നത്. ജ്ഞാനത്തിൽ ഒരിക്കലും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നില്ല. ഓർമ്മയുടെ യാത്രയിലാണ് ചിലപ്പോൾ കുറവും ചിലപ്പോൾ കൂടുതലും ആകുന്നത്. ജ്ഞാനം എന്ത് ലഭിച്ചോ അത് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ഓർമ്മയുടെ യാത്രയിൽ ചിലപ്പോൾ ഉന്മേഷമുണ്ടായിരിക്കും, ചിലപ്പോൾ ലൂസാകും. യാത്രയിലാണ് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നത്. ജ്ഞാനത്തിൽ നിങ്ങൾ പടി കയറുക അല്ല ചെയ്യുന്നത്. ജ്ഞാനത്തെ യാത്ര എന്ന് പറയില്ല, ഓർമ്മയുടേതാണ് യാത്ര. ബാബ പറയുന്നു, ഓർമ്മയിലിരിക്കുന്നതിലൂടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെ നിങ്ങൾ വളരെ ചതിക്കപ്പെടുന്നു, വികർമ്മം ചെയ്യുന്നു. കാമം മഹാശത്രുവാണ്, അതിൽ ഫെയിലായി പോകുന്നു. ക്രോധം തുടങ്ങിയവയുടെ കാര്യത്തിൽ ബാബ ഇത്രയും പറയുന്നില്ല. ജ്ഞാനത്തിലൂടെ ഒന്നുകിൽ സെക്കൻഡിൽ ജീവൻ മുക്തി, അല്ലെങ്കിൽ പിന്നെ പറയുന്നു സാഗരത്തെ മഷിയാക്കി മാറ്റിയാലും അവസാനിക്കുകയില്ല എന്ന്. അല്ലെങ്കിൽ പിന്നെ പറയുന്നു അൽഫിനെ ഓർമ്മിക്കൂ. ഓർമ്മിക്കുക എന്ന് എന്തിനെയാണ് പറയുന്നത്? ഇതറിയുന്നില്ല. കലിയുഗത്തിൽ നിന്നും നമ്മെ സത്യയുഗത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്നു. പഴയ ലോകത്തിൽ ദുഃഖമാണുള്ളത്, കാണുന്നുണ്ട്. മഴയിൽ എത്ര കെട്ടിടങ്ങൾ നിലംപതിക്കുന്നു, എത്ര പേർ മുങ്ങിപ്പോകുന്നു. മഴ ആദിയായ ഈ നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാകും. ഇതെല്ലാം പെട്ടെന്ന് സംഭവിച്ചു കൊണ്ടിരിക്കും. കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങിക്കിടക്കുന്നു. വിനാശത്തിന്റെ സമയത്താണ് ഉണരുന്നതെങ്കിൽ പിന്നെ എന്തു ചെയ്യുവാൻ സാധിക്കും? മരിച്ചു പോകും. ഭൂമി ശക്തമായി കുലുങ്ങുന്നു, കൊടുങ്കാറ്റും മഴയും എല്ലാം ഉണ്ടാകുന്നു, ബോംബുകളും ഇടുന്നു. എന്നാൽ ഇവിടെ എഡിഷൻ സിവിൽ വാറിൻ്റെതാണ്. രക്തത്തിൻ്റെ നദികൾ എന്ന് പാടിയിട്ടുണ്ട്. ഇവിടെ ലഹളകൾ ഉണ്ടാകുന്നു, അന്യോന്യം കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അടികൂടും. എല്ലാവരും അനാഥരാണ്. നിങ്ങൾ നാഥൻ്റേതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും യുദ്ധമോ മറ്റോ ചെയ്യണ്ട. ബ്രാഹ്മണൻ ആയതിലൂടെ നിങ്ങൾ നാഥൻ്റേതായി മാറി. നാഥൻ എന്ന് ബാബയെ അഥവാ പതിയെയാണ് പറയുന്നത്. ശിവ് ബാബയാകട്ടെ പതിമാരുടെയും പതിയാണ്. വിവാഹ നിശ്ചയം നടക്കുമ്പോൾ പിന്നെ പറയും, ഞാൻ ഇങ്ങനെയുള്ള പതിയെ എപ്പോൾ കണ്ടുമുട്ടും? ആത്മാക്കൾ പറയുന്നു, ശിവ് ബാബ, നമ്മുടെ വിവാഹ നിശ്ചയം അങ്ങുമായി ഉണ്ടായിക്കഴിഞ്ഞു. ഇപ്പോൾ അങ്ങുമായി നമ്മൾ എങ്ങനെ കൂടിക്കാഴ്ച നടത്തും? ചിലർ സത്യം എഴുതുന്നു, ചിലർ വളരെയധികം ഒളിപ്പിച്ചു വയ്ക്കുന്നു. ബാബ നമ്മിലൂടെ ഈ തെറ്റ് സംഭവിച്ചു പോയി, ക്ഷമിക്കൂ എന്ന് സത്യസന്ധമായി എഴുതുന്നില്ല. ആരെങ്കിലും വികാരത്തിൽ വീണു എങ്കിൽ ബുദ്ധിയിൽ ധാരണ ഉണ്ടാവുക സാധ്യമല്ല. ബാബ പറയുന്നു, നിങ്ങൾ അങ്ങനെയുള്ള കടുത്ത തെറ്റ് ചെയ്യുന്നുവെങ്കിൽ തവിട് പൊടിയായി പോകും. നിങ്ങളെ ഞാൻ വെളുപ്പാക്കുന്നതിനു വേണ്ടി വന്നിരിക്കുന്നു. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് മുഖം കറുപ്പിക്കുന്നത്? സ്വർഗത്തിൽ വരും. ചില്ലി കാശിൻ്റെ പദവിയായിരിക്കും നേടുന്നത്. രാജധാനി സ്ഥാപിതമായി കൊണ്ടിരിക്കുന്നല്ലോ. ചിലരാണെങ്കിൽ തോറ്റു പോവുകയും
ജന്മജന്മാന്തരങ്ങളിലേക്ക് പദവി ഭ്രഷ്ടമാവുകയും ചെയ്യുന്നു. പറയും, ബാബയിൽ നിന്നും നിങ്ങൾ ഈ പദവി നേടുവാനാണോ വന്നത്? ബാബ ഇത്രയും ഉയർന്നതാകുമ്പോൾ നമ്മൾ കുട്ടികൾ പിന്നെ പ്രജയാവുകയില്ല. അച്ഛൻ സിംഹാസനത്തിൽ ഇരിക്കുകയും കുട്ടികൾ ദാസദാസിമാരാവുകയും ചെയ്യുന്നത് എത്ര ലജ്ജാവഹമായ കാര്യമാണ്. അന്തിമത്തിൽ നിങ്ങൾക്ക് എല്ലാ സാക്ഷാത്കാരവും ഉണ്ടാകും. പിന്നീട് വളരെയധികം പശ്ചാത്തപിക്കും, ആവശ്യമില്ലാതെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. സന്യാസിമാരും ബ്രഹ്മചര്യത്തിൽ ഇരിക്കുന്നു. അതിനാൽ വികാരികളെല്ലാം അവരെ നമിക്കുന്നു. പവിത്രതയ്ക്ക് മാന്യതയുണ്ട്. ആരുടെയെങ്കിലും ഭാഗ്യത്തിലില്ലെങ്കിൽ ബാബ വന്ന് പഠിപ്പിച്ചാൽ പോലും അലംഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഓർമ്മിക്കുന്നതേയില്ല. വളരെയധികം വികർമ്മമുണ്ടാകുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ബൃഹസ്പതി ദശയാണ്. ഇതിനേക്കാൾ ഉയർന്ന ദശ മറ്റൊന്നില്ല. നിങ്ങൾ കുട്ടികളുടെ മേൽ ദശകളുടെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഈ ഡ്രാമയുടെ ഓരോ സീനും സാക്ഷിയായി നോക്കണം. ഒരു ബാബയുടെ ഓർമ്മയിൽ ലഹരി പിടിച്ചിരിക്കണം. ഓർമ്മയുടെ യാത്രയിൽ ഒരിക്കലും ഉന്മേഷം കുറഞ്ഞു പോകരുത്. പഠനത്തിൽ ഒരിക്കലും അലംഭാവം കാണിക്കരുത്. തൻ്റെ ഉയർന്ന ഭാഗ്യം ഉണ്ടാക്കുന്നതിനായി തീർച്ചയായും പവിത്രമാകണം. തോൽവി അടഞ്ഞ് ജന്മജന്മാന്തരങ്ങളിലേക്ക് പദവി ഭ്രഷ്ടമാക്കരുത്. വരദാനം: സത്യമായ സേവനത്തിലൂടെ അവിനാശിയും അലൗകികവുമായ സന്തോഷത്തിൻ്റെ സാഗരത്തിൻ്റെ അലകളിൽ ആടുന്ന ഭാഗ്യശാലി ആത്മാവായി ഭവിക്കട്ടെ. ഏത് കുട്ടികളാണോ സേവനങ്ങളിൽ ബാബ്ദാദയുടെയും നിമിത്തമായ മുതിർന്നവരുടെയും സ്നേഹത്തിൻ്റെ ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നത്, അവർക്ക് ഉള്ളിൽ നിന്നും അലൗകികവും ആത്മീയവുമായ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. അവർ സേവനങ്ങളിലൂടെ ആന്തരിക സന്തോഷവും ആത്മീയ ആഹ്ലാദവും പരിധിയില്ലാത്ത പ്രാപ്തിയും അനുഭവിച്ചുകൊണ്ട് സദാ സന്തോഷത്തിൻ്റെ സാഗരത്തിൻ്റെ അലകളിൽ ആടിക്കൊണ്ടിരിക്കുന്നു. സത്യമായ സേവനം സർവരുടെയും സ്നേഹവും സർവരിലൂടെ അവിനാശി ബഹുമാനവും സന്തോഷത്തിൻ്റെ ആശീർവാദങ്ങളും പ്രാപ്തമാകുന്നതിൻ്റെ ഭാഗ്യത്തിൻ്റെ ശ്രേഷ്ഠ ഭാഗ്യത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കുന്നു. ആരാണോ സദാ സന്തുഷ്ടം അവരാണ് ഭാഗ്യവാൻ. സ്ലോഗൻ: സദാ ഹർഷിതവും ആകർഷണമൂർത്തിയും ആകുന്നതിന് വേണ്ടി സന്തുഷ്ടമണി ആകൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. കർമ്മത്തിലും വാക്കിലും സമ്പർക്കത്തിലും സംബന്ധത്തിലും സ്നേഹത്തോടെയും സ്മൃതിയിലും സ്ഥിതിയിലും ലവ്ലീനും ആയിരിക്കണം. ആര് എത്ര ലവ്ലി ആയിരിക്കുമോ അവർക്ക് അത്രയും തന്നെ ലവ്ലീൻ ആയിരിക്കാൻ സാധിക്കുന്നു. ഈ ലവ്ലീൻ സ്ഥിതിയെയാണ് മനുഷ്യാത്മാക്കൾ ലീനമാകുന്നതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുന്നത്. ബാബയിൽ സ്നേഹം എന്ന വാക്ക് ഇല്ലാതാക്കി കേവലം ലീനം എന്ന വാക്കിനെ പിടിച്ചു. ഇപ്പോൾ കുട്ടികൾ ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുമെങ്കിൽ മറ്റുള്ളവരെയും സഹജമായി തനിക്ക് സമാനവും ബാബയ്ക്ക് സമാനവും ആക്കുവാൻ സാധിക്കും. ഓം ശാന്തി. സങ്കല്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി
സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധി ബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ, നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം, നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു. ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.